ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ്. അതിനായി 3 സവാള കനം കുറച്ചരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, 2 തക്കാളി എന്നിവയാണ്. 4 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാലപ്പൊടി, ഉപ്പ്, തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചാൽ ചപ്പാത്തി കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. അതിനാലാണ് ഞാൻ നേരത്തെ തന്നെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചത്. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് സവാള വഴറ്റുന്നു. കുറച്ച് വഴറ്റിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നു. ഉപ്പും ഇട്ട് നന്നായി സവാള വഴറ്റുക. സവാള നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റണം. എന്നാലേ നമുക്ക് മുട്ടക്കറിക്ക് നല്ല സ്വാദുണ്ടാവുള്ളൂ. ശേഷം കറിവേപ്പില ആഡ് ചെയ്തു. അതിനുശേഷം നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. പച്ചമുളക് ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടു, തക്കാളി ആഡ് ചെയ്തു. അതിനുശേഷം നന്നായി ഇളക്കുക. തക്കാളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്കൊരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് മസാലക്കൂട്ട് ആഡ് ചെയ്യാം. അത് നന്നായി ഇളക്കി പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. അത് നന്നായി തിളച്ച് വേവട്ടെ. 1 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം നന്നായി തിളച്ച് വന്ന മസാലക്കറി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ശേഷം ചെറുതിള മാത്രം വന്നാൽ മതി. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ മുട്ടക്കറിയുടെ ടേസ്റ്റ് കുറയും. അതിനുശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് വിളമ്പാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.